2 ദിവസത്തെ കുവൈറ്റ് സന്ദർശനത്തിനെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി 101കാരനായ മുൻ ഇന്ത്യൻ IFS ഉദ്യോഗസ്ഥനായ മംഗൾ സെൻ ഹുണ്ടയുമായി കൂടിക്കാഴ്ച നടത്തി. അദ്ദേഹത്തിന്റെ ചെറുമകൾ പ്രധാനമന്ത്രിക്ക് ഒരു കത്ത് എഴുതിയിരുന്നു. എന്റെ മുത്തച്ഛൻ അങ്ങയുടെ വലിയ ആരാധകനാണ്. ഒപ്പം അങ്ങയെ കാണാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് എന്നായിരുന്നു കത്തിലെ ഉള്ളടക്കം. സോഷ്യൽ മീഡിയയിലാണ് ഇക്കാര്യങ്ങൾ പങ്കുവച്ചുകൊണ്ട് കുട്ടി പോസ്റ്റ് ഇട്ടതും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കാണാനും കേൾക്കാനും കുവൈറ്റിലെ ഇന്ത്യൻ സമൂഹം ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. മോദിയെ കാണാൻ കാത്തിരിക്കുന്നവരുടെ കൂട്ടത്തിലേക്കാണ് 101കാരനായ മുൻ IFS ഓഫീസർ കാത്തിരിക്കുന്നതും. പ്രധാനമന്ത്രിയെ നേരിൽ കണ്ടപ്പോൾ അദ്ദേഹത്തിനുണ്ടായ അതിയായ സന്തോഷവും ചുറ്റുമുള്ളവർ ഒപ്പിയെടുത്തു. താൻ വളരെ സന്തോഷകരമായ നിമിഷത്തിലൂടെയാണ് കടന്നു പോകുന്നതെന്നും പ്രധാനമന്ത്രി പങ്കുവെക്കുകയും ചെയ്തു. അതേസമയം പ്രധാനമന്ത്രിയെ നേരിട്ട് കാണാനുള്ള മുത്തച്ഛന്റെ ആഗ്രഹം അദ്ദേഹത്തിന്റെ ചെറുമകളായ ശ്രേയ ജുജേന സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്നു. പ്രധാനമന്ത്രിയുടെ വലിയ ആരാധകനാണ് തന്റെ നാനാജി എന്നും അദ്ദേഹം പ്രധാനമന്ത്രിയെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നുവെന്നുമാണ് ശ്രേയ പോസ്റ്റ് ചെയ്തത്. മാത്രമല്ല, വിശദമായ വിവരങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ശ്രേയ ഇമെയിൽ അയക്കുകയും ചെയ്തിരുന്നു. ഇത് ശ്രദ്ധയിൽപ്പെട്ട പ്രധാനമന്ത്രി അദ്ദേഹത്തെ കാണാൻ താനും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണെന്നായിരുന്നു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിൽ പങ്കുവച്ചത്. ശ്രേയയുടെ പോസ്റ്റും പ്രധാനമന്ത്രി ഇതോടൊപ്പം പങ്കുവച്ചിരുന്നു. മംഗൾ സെൻ ഹുണ്ടയുടെ 100ാം ജന്മദിനത്തിൽ പ്രധാനമന്ത്രി അദ്ദേഹത്തിന് ഒരു ആശംസാ സന്ദേശം അയച്ചിരുന്നു. ഇന്ത്യയുടെ നയതന്ത്ര ബന്ധങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിലും സങ്കീർണമായ ആഗോള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിലും അദ്ദേഹം നൽകിയ സംഭാവനകളെ പരാമർശിച്ചുകൊണ്ടായിരുന്നു സന്ദേശം വന്നത്. പ്രധാനമന്ത്രി അയച്ച കത്ത് മംഗൾ സെൻ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്നു. അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കുവൈറ്റിൽ ഊഷ്മളമായ സ്വീകരണമാണ് നൽകിയത്. അമീരി വിമാനത്താവളത്തിൽ കുവൈറ്റ് പ്രതിരോധ ആഭ്യന്തര മന്ത്രിയും ഉപപ്രധാനമന്ത്രിയും അതേപോലെ തന്നെ വിദേശകാര്യ മന്ത്രിയും എന്നിവർ ഉൾപ്പെടെയാണ് അവരുടെ നേതൃത്വത്തിലാണ് പ്രധാനമന്ത്രിയെ സ്വീകരിച്ചത്. കുവൈറ്റ് അമീർ ഷെയ്ഖ് മെഷൽ അൽ അഹമ്മദ് അൽ ജബാർ അൽ സഹാബിന്റെ ക്ഷണപ്രകാരമാണ് മോദിയുടെ സന്ദർശനം ഉണ്ടായിരിക്കുന്നത്. കുവൈറ്റിലെ ഉന്നത ഉദ്യോഗസ്ഥരും പ്രധാനമന്ത്രിയെ വരവേൽക്കാൻ എത്തിയിരുന്നു. 2 ദിവസത്തെ സന്ദർശനത്തിനാണ് പ്രധാനമന്ത്രി കുവൈറ്റിലേക്ക് എത്തിയത്. വിവിധ മേഖലകളിൽ ഇന്ത്യയും കുവൈറ്റുമായുള്ള സൗഹാർദ്ദം മെച്ചപ്പെടുത്താനാണ് തന്റെ സന്ദർശനമെന്നാണ് പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. 43 വർഷത്തിനിടെ ആദ്യമായാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി കുവൈറ്റ് സന്ദർശിക്കുന്നത്. കുവൈറ്റ് ഭരണാധികാരിയായ ഷെയ്ഖ് മെഷൽ അൽ അഹമ്മദ് അൽ ജബാർ അൽ സഹബിന്റെ ക്ഷണപ്രകാരമാണ് പ്രധാനമന്ത്രി കുവൈറ്റിലേക്ക് എത്തുന്നത്. ഇന്ത്യ കുവൈറ്റ് ബന്ധം കൂടുതൽ ശക്തമാകുന്നതിന്റെ ഭാഗമായാണ് പ്രധാനമന്ത്രി കുവൈറ്റ് സന്ദർശിക്കുന്നത്. കുവൈറ്റിലെ ഇന്ത്യൻ ലേബർ ക്യാമ്പ് സന്ദർശിക്കുന്ന പ്രധാനമന്ത്രി ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്യും. ഗൾഫ് കപ്പ് ഫുട്ബോൾ ടൂർണമെന്റിന്റെ ഉദ്ഘാടന ചടങ്ങിലും അദ്ദേഹം പങ്കെടുക്കും. രാമായണവും മഹാഭാരതവും അറബി ഭാഷയിൽ പ്രസിദ്ധീകരിച്ച പബ്ലിഷറായ അബ്ദുൾ ലത്തീഫ്, 2 ഗ്രന്ഥങ്ങളും അറബിയിലേക്ക് വിവർത്തനം ചെയ്ത അബ്ദുള്ള ബരേൽ എന്നിവരെയും പ്രധാനമന്ത്രി കണ്ടു. ഹോട്ടലിൽ മോദിയെ സ്വീകരിക്കാനായി ഇന്ത്യൻ സമൂഹവും കാത്തു നിൽക്കുകയായിരുന്നു. ഇന്ത്യൻ കലാവിരുന്നുകളുടെ അകമ്പടിയോടെയാണ് പ്രധാനമന്ത്രിയെ അവർ വരവേറ്റതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.